പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവം വിശ്വസ്തനാണെന്ന് പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. മനുഷ്യൻ അവിശ്വസ്തനാണ്, എന്നാൽ ദൈവം വിശ്വസ്തനാണ്. പുതിയ നിയമഭാഗത്തേക്ക് നോക്കുമ്പോൾ ധാരാളം വചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിലും അതുപോലെ തന്നെ ശിഷ്യന്മാർ ഓരോ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളിലും വളരെ വ്യക്തമായിട്ട് ദൈവം വിശ്വസ്തനാണ് എന്ന് അവരുടെ ഓരോരുത്തരുടെയും അനുഭവജ്ഞാനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി തരുന്നു. 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 9 തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്: കോരിന്തിലെ സഭാമക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അവരുടെ തെറ്റുതിരുത്തലിനും അതുപോലെ തന്നെ പ്രബോധനത്തിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനും വേണ്ടി പരിശുദ്ധാത്മാവിനാൽ കോരിന്ത് സഭയിലെ മക്കൾക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 9 തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച് ദൈവം വിശ്വസ്തനാകുന്നു. അതായത്, ഒരു വിജാതീയനായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം വിളിച്ച് അവനെ മാമോദിസ എന്ന കൂദാശയിലൂടെ കഴുകി വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മകനായി അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് അവനെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നു. ആ സ്വന്തമാക്കിയ ദൈവം എപ്പോഴും വിശ്വസ്തൻ തന്നെയാണ്. ആ ദൈവം അവൻ്റെ ആത്മാവിനെ ഏറ്റെടുത്തതും ആത്മാവിനെ സ്വന്തമാക്കിയതും മറ്റൊരു വ്യക്തിയുടെയും അനുവാദത്തോടു കൂടിയല്ല. അത് ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് നൽകിയ വിശുദ്ധിയുടെയും അവന് ദൈവം കൊടുത്ത സ്നാനത്തിൻ്റെയും ആ സ്നാനത്തോടൊപ്പം തന്നെ അവൻ്റെ ആത്മാവിൽ പരിശുദ്ധ ത്രിത്വം വന്ന് വാസമുറപ്പിച്ച് ആ ആത്മാവിനെ അവിടുന്ന് സ്വന്തമാക്കി കഴിഞ്ഞു. ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവുമായി ഒന്നായി ജീവിക്കുവാൻ, യേശുക്രിസ്തുവിൽ ഒന്നായി മാറുവാൻ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുവാൻ, യേശുക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖയായി മാറ്റപ്പെടുവാൻ, ഇതാ നമ്മെ ഓരോരുത്തരെയും ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത ആ ദൈവം എന്നും വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ മകനെ, നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മകനായി മകളായി അവിടുന്ന് സ്വീകരിച്ചു. ആ സ്വീകരിച്ച ഞാൻ അവിശ്വസ്ത ജീവിതം നയിച്ചുകൊണ്ട് ആ ദൈവം പറയുന്നത് അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. പിന്നെയോ, ആ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ആ വിശ്വാസത്തിൽ ആ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് അവിടുത്തെ സഹവാസത്തിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്നും ആ വിശ്വസ്തത നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും ഒഴുകാൻ തുടങ്ങും. ഇതാണ് ആദിമസഭയിലും അതുപോലെ തന്നെ തുടർന്നുള്ള സഭയുടെ വളർച്ചയിലുമെല്ലാം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ആ വിശ്വസ്തരായിട്ട് നിന്ന മിഷണറിമാർ, വിശ്വസ്തരായിട്ട് നിന്ന ശിഷ്യന്മാർ, പിതാവായ ദൈവത്തിന് വിശ്വസ്തനായി യേശു നിന്നതുപോലെ യേശുവിന് വിശ്വസ്തരായി നിന്ന രക്തസാക്ഷികൾ, യേശുവിന് വിശ്വസ്തരായി നിന്ന വിശുദ്ധർ, യേശുവിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടുകൂടെ നിന്ന നമ്മുടെ സഭയുടെ പൂർവ്വപിതാക്കന്മാർ, ആ പൂർവ്വപിതാക്കന്മാരിലൂടെ ആ വിശ്വസ്തത ദൈവം തൻ്റെ സമൂഹത്തിലേക്ക്, ആ സഹവാസത്തിലേക്ക് കൂട്ടിച്ചേർത്ത നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും ഒഴുക്കുന്നു. നമ്മളിൽ നിന്നും ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയുന്ന വ്യക്തിയിൽ നിന്നും
ഈ വിശ്വസ്തത അടുത്ത മേഖലകളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും വന്ന് ആത്മപരിശോധന ചെയ്യണം. എൻ്റെ വിശ്വസ്ത ജീവിതം എങ്ങനെയുണ്ട്? അതുപോലെ കോരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ആകയാൽ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈ ലോകത്തിലായിരിക്കുന്ന നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള ശക്തി, പവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകും. ഇതാണ് ഈശോ നമ്മോട് പറഞ്ഞത്. നമ്മുടെ ശക്തിക്ക് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രലോഭനവും നമുക്ക് തരത്തില്ല. എന്നാൽ ഏതെങ്കിലും പ്രലോഭനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകും. ഇതാണ് വിശ്വസ്തനായ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് പിതാവായ ദൈവത്തിൽ വിശ്വസ്തനായി നിന്ന് പ്രവർത്തിച്ചതുപോലെ ശിഷ്യന്മാരും അങ്ങയോട് ചേർന്ന് നിന്ന് വിശ്വസ്തരായി ജീവിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും വിശ്വസ്തരായി ജീവിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ ഫലമാകുന്ന വിശ്വസ്തത മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.